ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചറാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ മിക്സ്ചറിൻ്റെ മാവ് റെഡിയാക്കാൻ ഒരു ചെറിയ കഷ്ണം കായം, അതേപോലെ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. കടലമാവ് 500 ഗ്രാമാണ്. അതേപോലെ മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തു. അരിപ്പൊടി 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഉപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. ആ മാവ് നല്ല ചപ്പാത്തിയുടെ പരുവത്തിനാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കായവും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വറുത്ത് കോരി പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കായം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അമർത്തി എല്ലാ വശവും ആക്കി എടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ കറിവേപ്പില കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളത് കോരി മാറ്റുകയാണ്. വറുത്ത് കോരിയ കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പില മാത്രം നമ്മൾ മാറ്റി വെച്ചേക്കണം. അവസാനം മിക്സ് ചെയ്യുമ്പോൾ മിക്സ്ചറിലേക്ക് ചേർക്കാനാണ്. ഇപ്പോൾ കായവും കറിവേപ്പിലയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട് നോക്കാം. കടലമാവ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നാലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ 1 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ പിന്നാലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കായവും പൊടിച്ചതും കൂടി ചേർത്തത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിനാണ് കേട്ടോ. വെള്ളം അതിനനുസരിച്ച് ചേർക്കണം. എന്നിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് റെഡിയായതിനു ശേഷം സേവനാഴിയിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അതിനു മുമ്പ് സേവനാഴിയിൽ നന്നായിട്ടൊന്ന് ഓയിൽ പുരട്ടിയേക്കണം. എല്ലാ വശത്തും ഒന്ന് പുരട്ടി കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെയും പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് സേവനാഴി നിറയെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാച്ചായിട്ട് നമുക്ക് മിക്സ്ചർ പൊരിച്ചെടുക്കാം. മിക്സ്ചർ വറുത്ത് കോരുന്നതിനായിട്ട് നമ്മൾ 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ആയോ എന്നറിയാൻ ഒരല്പം മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ആയി എന്നാണ്. ശേഷം നമുക്ക് മാവ് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം ചേർത്താൽ മതി. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. സേവനാഴിയിൽ ഇപ്പം നിറച്ചിരിക്കുന്ന ഒരു തവണ നിറച്ചത് കൊണ്ട് നമ്മളൊരു 3 വട്ടമൊക്കെ ആയിട്ടാണ് ആക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് മറച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. കോരിയെടുത്ത് നമുക്കത് മാറ്റാം. എന്നിട്ട് ഓരോ ബാച്ചായിട്ട് നമുക്കത് വറുത്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് മിക്സ്ചറും നമ്മളിതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള മിക്സിംഗ് ആണ്. അതിനായിട്ട് നമ്മൾ നിലക്കടലയും പൊട്ടുകടല അല്ലെങ്കിൽ പൊരിക്കടലയും എടുത്തിട്ടുണ്ട്. നിലക്കടല ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് അല്പം മുളകും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പൊരിക്കടല വറുത്തോ വറുക്കാതെയോ ചേർക്കാം. മുളക് പൊടി 2 സ്പൂണും ഉപ്പ് 1.5 സ്പൂണും കറിവേപ്പിലയും. ഇത്രയും കാര്യങ്ങളാണ് ഇനി മിക്സ് ചെയ്യുമ്പോൾ വേണ്ടതായിട്ട് ഉള്ളത്. ഇനി അവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ പൊരിക്കടല എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് വറുത്തട്ടോ. അതായത് പെട്ടെന്ന് തന്നെ വറുത്ത് ആയി കിട്ടും. അങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി വറുത്ത് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെയും അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സർ പൊടിച്ചെടുത്തു. ഇനി മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയേക്കാണ് കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരുപോലെ കിട്ടാനായിട്ട് ആ ഒരു ചെറിയ പാത്രത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ 200 ഗ്രാം നിലക്കടലയും 200 ഗ്രാം പൊരിക്കടലയും അതേപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ എരിവുള്ള മിക്സ്ചറിലേക്ക് ഒരു പഴം മുക്കിയിട്ട് അത് കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കണേ. താങ്ക്